പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഇന്ന് 10ാം ക്ലാസ്സിലെ പേജ് നമ്പർ 54-ലെ നാലാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 54-ലെ നാലാമത്തെ പ്രോബ്ലം. അവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൽ ഒരു കമ്പി rod is bent into an angle and the angle is placed at the center of the circle. The arc cut by this, or the portion of the arc in between the arms of the angle, is 1/10 of the circle. ഈ സർക്കിളിൻ്റെ 10-ലൊരു ഭാഗം ആണ് ആർക്കായിട്ട് വന്നത് എങ്കിൽ this same angle is placed at a point on the circle. How many part of the circle is in between the arms of the angles? അതാണ് സർക്കിളിന്റെ സെന്ററിൽ ഞാൻ ആംഗിൾ വെച്ചു. രണ്ട് ആംഗിൾസിന്റെ ആംസ് ആണിത്. this much part is 1/10 of the circle. When the vertex of the angle is placed on the center, the length of the arc between the arms is 1/10 of the perimeter of the circle. or the circle 1/10 part ആയിരിക്കും ഇത്രയും ഭാഗം. എങ്കിൽ if this vertex of the angle placed at a point on the circle, അതായത് ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക, vertex ഞാൻ ഇവിടെ വെച്ചു, then the length of this arc is how many part of the circle? ഈ സർക്കിളിന്റെ സെന്ററിൽ വെച്ചപ്പോൾ 1/10 പാർട്ടായി. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിലെ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് ഓഫ് ദി ആർക്ക്, ഹൗ മെനി പാർട്ട് ഓഫ് ദി സർക്കിൾ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ്. സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളിന്റെ ഹാഫാണ് ആംഗിളിനാണ് ആർക്ക്. അപ്പോൾ ഈ ആംഗിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെന്ററിലെ ആംഗിൾ എന്താവും? The angle at the center will be, this angle will be ഇതിന്റെ ഡബിൾ ആയിരിക്കും. the angle സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ ഇവിടെ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇതിന്റെ ചോയ്സ് ആയിരിക്കും ഇപ്പോൾ ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ, സെൻട്രൽ ആംഗിൾ ചോയ്സ് ആയി കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ആർക്കും ചോയ്സ് ആവും. അപ്പോൾ ഇതിന്റെ ചോയ്സ് ആയിരിക്കും ഇത് എന്ന് പറഞ്ഞാൽ 1/10ന്റെ ചോയ്സ് 2/10. ദിസ് മച്ച് പാർട്ട് ഓഫ് ദി ആർക്ക്. അത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. കണ്ടോ? അതെ, സെന്ററിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും, അത് 2 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയി. കണ്ട ഇതിന്റെ ചോയ്സ് വന്നത് കാരണം സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ചോയ്സ് ആയിരിക്കും. അപ്പോൾ ആർക്കിൽ നമ്മൾ ഈ വെർട്ടെക്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിന്റെ ചോയ്സ് ആണ് സെന്ററിൽ ഉണ്ടാവുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദിസ് ആർക്ക് വിൽ ബി 1/10 of 360. അപ്പോൾ ഇത് 1/10 പാർട്ട് ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ ഞാൻ എക്സ് എന്നാണ് എടുത്തെങ്കിൽ ഈ ആംഗിൾ എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആംഗിൾ എക്സ് ആണ് എങ്കിൽ അത് ഇത്രയാണ് ലെങ്ത് ഓഫ് ദി ആർക്ക്. ഇത് ഞാൻ ഇവിടെയാണ് വെക്കുന്നതെങ്കിലോ ഇത് വരുന്ന ആംഗിള് ഈ ആംഗിളിന്റെ ടോയ്സ് ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ദി ആർക്ക് വിൽ ബി ടോയ്സ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക്. അപ്പോൾ ഇത് 1/10 ആണ്, ഇത് 2/10 ഓഫ് ദി സർക്കിൾ ആയിരിക്കും. ഇത് മറ്റൊരു സർക്കിളിൽ വെച്ചാലും അതാണ് അവസ്ഥ. അതായത് നമ്മൾ സെന്ററിൽ വെച്ചപ്പോൾ കിട്ടിയത് 1/10 ആണ്. മറ്റൊരു സർക്കിളിൽ വെച്ച് കഴിഞ്ഞാലും ഈ സർക്കിളിന്റെ 2/10 ആയിരിക്കും ഇത്രയും പാർട്ട്. വേറൊരു സർക്കിളിൽ വെച്ചാലും ഇതേ സെയിം സർക്കിൾ വരുന്നില്ല, ഒരേ റേഡിയസ് ഉള്ള സർക്കിൾ വരുന്നില്ല, വേറെ ഒരു സർക്കിളിൽ വെച്ചാലും ഇതേ അവസ്ഥയാണ്. അപ്പൊ സെന്റർ. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. എ സർക്കിൾ ഈസ് ഡ്രോൺ. when we draw a chord, the chord divide the circle into 2 segments. ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിനെ ഒരു കോഡ് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഈ സർക്കിളിൽ തന്നിരിക്കുന്ന സർക്കിളിൽ ഫസ്റ്റ് പാർട്ട് ഇതാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 54-ലെ 3rd പ്രോബ്ലം ആണ്. അതിൽ 4 പാർട്ടുണ്ട്.
Draw a circle of any radius and divide it into two parts in such a way that by drawing a chord, divide it into two parts such a way that angle at one part is 80 degree. എന്ന് പറഞ്ഞാൽ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ രണ്ട് പാർട്ടാക്കും. പക്ഷെ ആ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പാർട്ടിലുള്ള ഈ ആംഗിൾസ് എല്ലാം 80 ഡിഗ്രി ആയിരിക്കണം. ഒരാർക്കിലെ എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കുമല്ലോ. ഈ വരുന്ന ആംഗിൾസ് എല്ലാം 80 തന്നെ വരണം. അങ്ങനെ വരണമെങ്കിൽ എവിടെ വരയ്ക്കും കോഡ്? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ when we draw a code, the circle is divided into two segments, so we require these 2 points. ഈ 2 പോയിന്റ് എവിടെ വരണം? ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം 80 ആണ് ഈ ആംഗിൾ എങ്കിൽ 80യുടെ ട്വൈസ് 160 ആയിരിക്കും. ഇത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 80യുടെ ട്വൈസ്, കാരണം സെൻട്രൽ ആംഗിൾ ഈസ് ട്വൈസ് ദി ആംഗിൾ ഇൻ ആൻ ആർക്ക്. ഇത് 80 ആണ്, ഇത് 160 വരണം. അപ്പം ഞാൻ ഒരു റേഡിയസ് വരച്ചു, 160 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ ഈ 2 പോയിന്റ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ദിസ് ഈസ് ദി റിക്വയർഡ് കോഡ്. ഈ സർക്കിളിൽ നമുക്കൊരു കോഡ് വരയ്ക്കണം. ആ കോഡ് വരച്ചു കഴിഞ്ഞാൽ കോഡിൻ്റെ ഒരു പാർട്ടിലുള്ള ആംഗിൾസ് ഒക്കെ 80 വരണം. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കോഡ് വരയ്ക്കുമ്പോൾ ഏതൊക്കെ പോയിന്റ് ജോയിൻ ചെയ്താണ് കോഡ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുക, ഇഷ്ടമുള്ള പോയിന്റ് ഫിക്സ് ചെയ്യുക. ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു ഒരു പോയിന്റ്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഒരു ലൈൻ വരയ്ക്കാം നമുക്ക്. വി ക്യാൻ ഡ്രോ എ ലൈൻ ഓർ വി ക്യാൻ ഡ്രോ എ റേഡിയസ്. റേഡിയസ് ഇങ്ങനെ വരയ്ക്കാം. കണ്ടാ? അതുകൊണ്ട് ഇത് 160 വരുമ്പോഴാണ് ഇത് 80 വരിക. ഇതിൻ്റെ ഹാഫാണിത്. അപ്പോൾ 160 വരണമെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 160 ഡിഗ്രി ഇതിൽ മാർക്ക് ചെയ്യണം. പ്രൊട്രാക്ടർ ഇത് ഇവിടെ വയ്ക്കുക, എന്നിട്ട് 160 ഡിഗ്രി മാർക്ക് ചെയ്യുക. 160 ഇത്രയാണ്. അപ്പോൾ അത് 160 വന്നു കഴിഞ്ഞാൽ ഇത് 160 ആണ് എങ്കിൽ ഇത്രയും 160 ആണ് എങ്കിൽ ഈ ആർക്കിലുള്ള ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? ഇങ്ങനെ വരുന്ന ആംഗിൾസ് എല്ലാം 80 ആയിരിക്കും, 160യുടെ ഹാഫ്. അപ്പോൾ നമുക്ക് വേണ്ട കോഡ് ഇതാണ്. ഡ്രോ എ കോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കോഡ് വരച്ചു. അപ്പോൾ ഒരു പാർട്ടിലുള്ള ആംഗിൾ എല്ലാം 80 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വരയ്ക്കുന്ന എല്ലാ ആംഗിളും 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 160 വരത്തക്ക രീതിയിൽ ഈ 2 പോയിന്റ് കിട്ടും. അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 160 വരത്തക്ക രീതിയിലുള്ള 2 പോയിന്റാണ് നമുക്ക് വേണ്ടത്. ഒരു പോയിന്റ് നമ്മൾ എവിടെ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. എന്നിട്ട് ആ റേഡിയസ് വരച്ചു. ഇത് 80 വരണമെങ്കിൽ അതിൻ്റെ ട്വൈസ് ഇവിടെ വരണം. അപ്പോൾ 160 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരച്ചു. അപ്പോൾ ദീസ് 2 പോയിന്റ്സ് ആണ് നമുക്ക് റിക്വയർഡ് പോയിന്റ്. ജോയിനിങ് ദീസ് 2 പോയിന്റ്സ് വി ഗെറ്റ് എ സെഗ്മെന്റ്. ദിസ് ഈസ് ദി റിക്വയർഡ് ഫിഗർ. വൺ പാർട്ടിലുള്ള എല്ലാ ആംഗിളും 80 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അതിൽ തന്നെ രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിട്ടുണ്ട്. ഡ്രോ a chord such a way that angle at one part is always 110 degree. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരണം? 100 ഡിഗ്രി 110 എന്ന് പറഞ്ഞാൽ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സ്മോളർ ആർക്കിലുള്ള ആംഗിൾ ആയിരിക്കും. ആംഗിളിൻ്റെ മൈനർ സെഗ്മെന്റ് ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ വരുന്നതായിരിക്കണം. കാരണം സെൻട്രൽ ആംഗിൾ മോർ ദാൻ 180 വരുമ്പോഴാണ് 110 ഇവിടെ വരിക. 220 വരണമല്ലോ. അപ്പോൾ 110 ഇവിടെയാണ് വരിക. 110 എന്ന് പറയുന്നത് ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടെ 110 വരുമ്പോൾ ഇതിൻ്റെ ചോയ്സ് ഇതാണ് 220. 220 ഇത് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇത് 220 വരണമെങ്കിൽ ഇത് എത്ര വരണം? 220 നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് 220ക്ക് പകരം 360 മൈനസ് 220 ദാറ്റ് ഈസ് 100. 360 മൈനസ് 220 140. അപ്പോൾ ഇവിടെ 140. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഒരു റേഡിയസ് വരയ്ക്കുക. 140 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. ഈ പോയിന്റ് കിട്ടി. കോഡ് വരയ്ക്കുക. അപ്പോൾ ഈ പാർട്ടിലുള്ള ആംഗിൾസ് എല്ലാം 110 ആയിരിക്കും. അപ്പുറത്തെ പാർട്ടിലല്ല, അപ്പുറത്തെ പാർട്ടിൽ 70 ആയിരിക്കും. കാരണം 140യുടെ ഹാഫ്. നമുക്ക് ഈ 2 പോയിന്റ് കിട്ടിയാൽ മതി. ഇത് 220 ആണെങ്കിൽ ഇത് 140 വരണം. കാരണം 360 ആണ് ടോട്ടൽ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തു, ഒരു റേഡിയസ് വരച്ചു. 140 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരച്ചു. ഇവിടെ പോയിന്റ് കിട്ടി. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ റേഡിയസ് വരയ്ക്കുക. റേഡിയസ് ഞാൻ വരച്ചു. എവിടെ വേണമെങ്കിലും വരയ്ക്കാം. എന്നിട്ട് പ്രൊട്രാക്ട് വെച്ചിട്ട് എത്ര ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി. 140 ഡിഗ്രിയിൽ പ്രൊട്രാക്ട് വെച്ച് 140 ഡിഗ്രി. 140 എണ്ണുന്നത് ഇവിടെ നിന്നാണ്.
ഇവിടെ വരുമ്പോൾ 90 100 110 120 130 140 ഇത് ഇവിടെ വന്നു 140 ഇത് ഇവിടെ വന്നു. അപ്പോൾ 140 ഡിഗ്രിയിൽ ആംഗിൾ വരച്ചു. അപ്പോൾ ആംഗിൾ വരച്ചപ്പോൾ ദിസ് ഈസ് ദി റിക്വയർഡ് കോൺ. അപ്പോൾ ഇവിടെ 140 ആണ് എങ്കിൽ ഇപ്പറ 220 വരും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾസ് എല്ലാം ഇവിടുത്തെ ആംഗിൾസ് ആണ് എത്ര വരുന്നത്? ഇവിടുത്തെ ആംഗിൾസ് എല്ലാം ഈ പറയുന്ന ആംഗിൾസ് എല്ലാം ആണ് 120 220യുടെ ഹാഫ് 110. അപ്പോൾ ഇവിടെ വരയ്ക്കുന്നത് തേർഡ് പാർട്ട് ഇതാണ്. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ദി ആംഗിൾസ് ഓൺ ദി അതർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിലുള്ള ഈ ആംഗിൾസ് എല്ലാം ഇപ്പറയുള്ള ആംഗിളിന്റെ ഹാഫ് ആയിരിക്കണം. ഇത് എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കണം. ഓൾ ആംഗിൾ ഓൺ വൺ പാർട്ട് ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ദി അതർ ഓൺ ദി അതർ പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ 2x എന്ന് എടുത്താൽ ഇത് x ആയിരിക്കണം. അപ്പൊ ഇത് x ആണെങ്കിൽ ഇതിന്റെ ചോയ്സ് അല്ലേ സെൻട്രലിൽ വരുന്നത് 2x വരും. ഈ ആംഗിളിന്റെ ചോയ്സ് ആണിത്. അതുപോലെ ഇത് 2x ആണെങ്കിൽ ഇത് 4x വരും. 2xും 4xും കൂടി ആഡ് ചെയ്താൽ എത്രയാ? 2xും 4xും കൂടി ആഡ് ചെയ്താൽ 360 വരണം. കാരണം സം ഓഫ് ദി സെൻട്രൽ ആംഗിൾ ഈസ് ഓൾവേസ് 360. ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. അപ്പോൾ 6x ഈക്വൽ ടു 360. സോ x ഈക്വൽ ടു 360 by 6 ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ x 60 ആകുമ്പോൾ 2x എത്ര വരണം? 120. അപ്പോൾ 2x is equal to 120 ഡിഗ്രി. അപ്പോൾ ഇവിടെ 120 ഡിഗ്രി ആംഗിൾ എടുത്താൽ മതി. ഇവിടെ 120 ഇങ്ങനെ ഒരു റേഡിയസ് വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് എത്ര ഡിഗ്രിയിൽ വരയ്ക്കണം? 120 ഡിഗ്രിയിൽ വരയ്ക്കണം. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയും വരും? 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എണ്ണണം. ഇവിടെ 90 വന്നു, 100 110 120 ഇത് ഇവിടെ വന്നു. അങ്ങനെ 120 ഡിഗ്രി വരച്ചു. 120 ഡിഗ്രി വരച്ചു. അപ്പോൾ 120 ഡിഗ്രി വരച്ചപ്പോൾ കിട്ടി ഈ രണ്ട് പോയിന്റ് ആണ് റിക്വയർഡ് പോയിന്റ്. നമ്മൾ കൂട്ടി വരച്ചു. ദിസ് ഈസ് ദി റിക്വയർഡ് കോഡ്. ഇതാണ് നമുക്ക് വേണ്ട കോഡ്. അപ്പോൾ ഒരു പാർട്ടികളുടെ ആംഗിൾ എല്ലാം ഇത് 120 ആണ് വരച്ചത്. അതുകൊണ്ട് ഇതിന്റെ ഹാഫ് ഇവിടുത്തെ ആംഗിള് കണ്ടോ 120യുടെ ഹാഫ് 120യുടെ ഹാഫ് ഇത് 60 എന്ന് വരും. ഇത് 120 ആകുമ്പോൾ ഇത് 240 ആണ് അല്ലേ? അപ്പോൾ 240യുടെ ഹാഫ് ആയിരിക്കും ഇവിടെ വരിക. ഇപ്പോൾ ഇവിടെ വരുന്ന ആംഗിളൊക്കെ കേട്ടോ, ഇവിടെ വരുന്ന ആംഗിളിലെല്ലാം 240യുടെ ഹാഫ് 120. അപ്പോൾ ഇതിൻ്റെ ടോയ്സ് ആയതാണ് ഇതിൻ്റെ ഹാഫ് ആയത്. ഈ പാർട്ടിൽ തേർഡ് പാർട്ട് ഇതാണ്. ആംഗിൾ ഓൺ വൺ പാർട്ട് ഈസ് 1.5 ടൈംസ് ദി ആംഗിൾ ഓൺ ദി അതർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിള് അതിലെ ഒരു പാർട്ടിലെ ആംഗിൾസ് ഇവിടെ വരുന്ന ആംഗിൾസ് അപ്പുറം വരുന്ന ആംഗിൾസിന്റെ 1.5. ഇത് എത്രയാണോ ഇത് x എന്ന് എടുത്താൽ ഇത് 1.5 x ആയിരിക്കണം. ഇവിടെ വരുന്ന ആംഗിളിന്റെ 1.5 ടൈംസ് ആയിരിക്കണം ഇപ്പുറം വരുന്ന ആംഗിൾസ്. അപ്പോഴും ഇവിടെ അതുപോലെ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് x ആവുമ്പോൾ ഇത് 2x വരും. ഇത് 1.5 x വരണമെങ്കിൽ ഇതിന്റെ ടോയ്സ് 1.5ന്റെ ടോയ്സ് 3x. അപ്പോൾ മൊത്തം 3x plus 2x 3x plus 2x 5x വരും. 5x എന്ന് പറഞ്ഞാൽ 360 ആണ്. കാരണം സം ഓഫ് ദി ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് ഈസ് 360. അപ്പോൾ 5.5x 1.5ന്റെ ടോയ്സ് 3x. 1.5യുടെ ഇരട്ടി 3, 1ന്റെ ഇരട്ടി 2. സെൻട്രൽ ആംഗിൾസിന്റെ സം 360 ആണ്. അപ്പോൾ 2x plus 3x equal to 360. അപ്പോൾ 5x equal to 360. അപ്പോൾ x equal to 360 ഡിവൈഡഡ് ബൈ 5 അത് 72 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാം. എന്ത് ചെയ്താൽ ആദ്യം ഒരു റേഡിയസ് വരയ്ക്കുക. ഒരു ഡിഗ്രി ഇങ്ങനെ പ്രൊട്രാക്ട് വെച്ചിട്ട് കൃത്യ അളവിൽ 90 100 110 120 130 140 144 അങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് തമ്മിൽ ജോയിൻ ചെയ്യുക സ്കെയിൽ വെച്ച്. അപ്പോൾ ഇത് 144 ആയി. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട റിക്വയർഡ് ലൈൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.
അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.